Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA തേർഡ് സെമസ്റ്റർ എക്സാംസ് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ആണ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ദെൻ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ്, ദെൻ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ച ബിസിനസ് റെഗുലേഷൻസ്, ഈ 3 സബ്ജക്ട്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു തിയറി പേപ്പറാണ്, പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്. BCom BBA സ്റ്റുഡൻസിൻ്റെ കോമൺ സബ്ജക്റ്റ് ആണ്. സോ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യത, SC ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. തേർഡ് സെമസ്റ്ററിലെ BCom BBA സ്റ്റുഡൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ദെൻ BBA സ്റ്റുഡൻസിന് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഈ സബ്ജക്ട്സ് ആണ് അവൈലബിൾ ആവുക. നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ഇനി വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ സബ്ജക്റ്റ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് ആണ്. 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സബ്ജക്റ്റിനെ. നമ്പർ 1 പ്രൊഫഷണലിസം ആണ്, ബേസിക്സ്. ദെൻ ലേണിംഗ് ആണ് സെക്കൻഡ് മൊഡ്യൂള്. ദെൻ മൊഡ്യൂൾ നമ്പർ 3 ബിസിനസ് ഡാറ്റ അനാലിസിസ്. മൊഡ്യൂൾ നമ്പർ 4 സോഷ്യോ സൈബർ ഇൻഫോർമാറ്റിക്സ്. ദെൻ ഡിജിറ്റൽ ഫിഫ്ത്ത് മൊഡ്യൂള് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ 5 മൊഡ്യൂള് നമുക്കറിയാം. 4 essay ആണ്. ആദ്യം എസ്സേയുടെ കാര്യം പറഞ്ഞു പോവാണ്. 4 essay ആണ്. അപ്പോൾ 4 ടോപ്പിക്സിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന essay, ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു essay വരുന്നതാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ട് റിപ്പീറ്റ് ചോദ്യമാണ്. ആ ഒരു മൊഡ്യൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം ഈ ഒരു സബ്ജക്റ്റ് തന്നെ നമുക്കറിയുന്ന കുറേ കാര്യങ്ങളാണ്, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 5, ലാസ്റ്റ് മൊഡ്യൂള്. അതിൽ നിന്ന് എപ്പോഴും essay വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് essay കുറച്ച് സമയം കൊണ്ട് തന്നെ പഠിച്ച് ഈസി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 5. അപ്പോൾ essayക്ക് വേണ്ടിയിട്ട് ആ ഒരു മൊഡ്യൂള് നിങ്ങൾ എന്തായാലും നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള മറ്റൊരു മൊഡ്യൂളാണ് ലേണിംഗ്, മൊഡ്യൂൾ നമ്പർ 2. സോ നിങ്ങൾക്ക് essay ഈ 2 മൊഡ്യൂളിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്താൽ കിട്ടുന്നുള്ളതാണ്. ദെൻ റിപ്പീറ്റ് ആയിട്ടുള്ള മറ്റേ essay ചോദ്യങ്ങൾ, മൊഡ്യൂൾ നമ്പർ 3യിൽ നിന്ന് ബിസിനസ് ഡാറ്റ അനാലിസിസിനെ പറ്റിയിട്ടുള്ള ചോദ്യം കഴിഞ്ഞ 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. നിങ്ങൾക്കത് പഠിക്കാം. അതുപോലെ തന്നെ പ്രൊഫഷണലിസം എന്ന് പറയുന്ന ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് essay വന്നിട്ടുണ്ട്. മൊഡ്യൂൾ നമ്പർ 4ൽ നിന്നും വന്നിട്ടുണ്ട് ഈ പറയുന്ന സൈബർ ക്രൈംസിനൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ബട്ട് അതിനേക്കാൾ ഈസി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത് മൊഡ്യൂൾ നമ്പർ 2 and 5 ആണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എപ്പോഴും കുട്ടികൾ ഈസി ആയിട്ടുള്ള essay ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ആദ്യം തന്നെ പറഞ്ഞേട്ടോ. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോ മൊഡ്യൂളിലോട്ട് പോകാം. സോ മൊഡ്യൂൾ നമ്പർ 1 പ്രൊഫഷണലിസം ആണ്. സോ ഇതിൽ നിന്ന് ആദ്യം തന്നെ പ്രൊഫഷണലിസം എന്താണ് 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് വരാറുള്ളതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ദി ആട്രിബ്യൂട്ട്സ് ഫോർ പ്രൊഫഷണലിസം. ഒരു നല്ല പ്രൊഫഷണൽ ആകണമെങ്കിൽ വേണ്ട ക്വാളിറ്റീസ്. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും 5 മാർക്സിൻ്റെ ചോദ്യമായിട്ടും essay ചോദ്യമായിട്ടും ചോദിക്കാറുള്ളതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. സോ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എന്താണ് പ്രൊഫഷണലിസം എന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും, അതുപോലെ തന്നെ essayയിൽ വാട്ട് ആർ ദി ക്വാളിറ്റീസ് ആൻഡ് ട്രൈറ്റ്സ് റിക്വയർഡ് ഓഫ് എ ഗുഡ് പ്രൊഫഷണൽ എന്ന് പറയുന്നത് essay ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം കേട്ടോ.
പ്രൊഫഷണലിസം ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക്. ഇതിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. ആദ്യം തന്നെ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഓക്കെ. ദെൻ അതിൻ്റെ താഴെ നമുക്ക് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ കാണാം. അതിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതിനെപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ കംസ് ഇൻ ഹാൻഡി ആൻഡ് ഹെൽപ്സ് ഓവർകം ദി ഷോർട്ട് കമ്മിങ്സ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. അതെങ്ങനെയാണ് എന്നുള്ളത് ചോദ്യം 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വാട്ട് ആർ ദി മെറിറ്റ്സ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഓവർ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം ഈ പറയുന്ന സെയിം ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് വാട്ട് ഈസ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, ലിസ്റ്റ് ഔട്ട് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളതും പഠിക്കണം. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഈ പറയുന്ന അതിൻ്റെ ലിമിറ്റേഷൻസ് അഡ്വാൻറ്റേജസ് നോക്കണം. അതെങ്ങനെയാണോ ഈ പറയുന്ന ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യുന്നത് എന്നുള്ളതും പഠിച്ചിരിക്കണം കേട്ടോ. റിപ്പീറ്റ് ചോദ്യമാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇമെയിൽ ഇൻ ബിസിനസ് ആണ് നോക്കിയിരിക്കണം കേട്ടോ. എന്താണ് ഇമെയിൽ, അതുപോലെ തന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടൊക്കെ പ്രതീക്ഷിക്കാം, വരാറുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുള്ള മറ്റൊരു ചോദ്യമാണ് ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ. ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നിർബന്ധമായി നോക്കിയിരിക്കണം. 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് കണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, റിപ്പീറ്റ് ആണ്. ഇനി നെക്സ്റ്റ് 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ് ഡോക്യുമെൻറ്റേഷൻ എന്താണ്. 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു. ആദ്യത്തെ ചോദ്യം തന്നെ വാട്ട് ഈസ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ എന്താണ്, വാട്ട് ഈസ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്നുള്ളത് നമുക്ക് 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം, വീണ്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. എന്തൊക്കെയാണ് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറ്, പ്രൊഫഷണലിസം എന്താണ്, പ്രൊഫഷണലിസം ഒരു ഗുഡ് പ്രൊഫഷണൽ ആകാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ്, ട്രൈറ്റ്സ്, അത് എസ്സേക്ക് ചോദിക്കാം. ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് 5 മാർക്കിന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓറൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇതിൽ വരുന്നതാണ്. അതിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായും പഠിച്ചിരിക്കണം. നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. ദെൻ ഇമെയിൽ എന്താണ്, ബിസിനസ്സിലെ ഇമെയിലിൻ്റെ ഇമ്പോർട്ടൻസ്, ഡൂസ് ആൻഡ് ഡോൺസ്, അത് നിർബന്ധമായി നോക്കിയിരിക്കണം. ഡോക്യുമെൻറ്റേഷൻ എന്താണ്, ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്താണ്, അതും പഠിച്ചിരിക്കണം കേട്ടോ. ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 1. ഇതിൽ നിന്ന് 2 മാർക്സ് 1, 2, 5 മാർക്കിൻ്റെയോ 10 മാർക്കിൻ്റെയോ ഒരു ചോദ്യം, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 5 മാർക്കിൻ്റെ കമ്മ്യൂണിക്കേഷനാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ദെൻ പ്രൊഫഷണലിസത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എസ്സേയും, ഗുഡ് പ്രൊഫഷണലിനെ പറ്റിയുള്ളൊരു എസ്സേയും ചോദിക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഓക്കെ, മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2, ഇ ലേണിംഗ്. ഈസി ആയിട്ടുള്ള മൊഡ്യൂൾ, ഒരുപാട് ചോദ്യങ്ങൾ വരും, നല്ല രീതിയിൽ കവർ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിലാദ്യം ഇ ലേണിംഗ് എന്താണ്, 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് എപ്പോഴും വരുന്നതാണ്. ദെൻ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ബെനഫിറ്റ്സ് ആൻഡ് ഡ്രോബാക്സ് ഓഫ് ഇ ലേണിംഗ് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ എസ്സേയായിട്ടും പ്രതീക്ഷിക്കാം. നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്താണ് എന്നുള്ളത് 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ദെൻ ഇൻ്റർനെറ്റ് എന്താണ്, നോളേജ് റിസോഴ്സസ് ഓൺ ഇൻ്റർനെറ്റ് ആണ് നമ്മുടെ ടോപ്പിക്ക്. ഡിജിറ്റൽ നോളേജ് റിസോഴ്സസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. ഇ ബുക്സ് എന്താണ്, പല ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ഈ കണ്ടന്റ് എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യമാണ്. 5 മാർക്കിൻ്റെ നമുക്ക് ഈ കണ്ടന്റിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, അത് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം മൂക്ക് എന്താണ്, നമുക്ക് 2 മാർക്കിൻ്റെയും പ്രതീക്ഷിക്കാം. ദെൻ 5 മാർക്കിൻ്റെ റൈറ്റ് എ നോട്ട് ഓൺ മൂക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായും പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റൈറ്റ് എ നോട്ട് ഓൺ മൂക്ക് എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ
ലിസ്റ്റ് ഔട്ട് ദി സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഫോർമൽ ഓൺലൈൻ കോഴ്സസ് ആൻഡ് മൂക്ക്. ഈ ഒരു ചോദ്യമാണ് 5 മാർക്കിൻ്റെ വന്നത്. ഐ റിപ്പീറ്റ്, ലിസ്റ്റ് ഔട്ട് ദി സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഫോർമൽ ഓൺലൈൻ കോഴ്സസ് ആൻഡ് മൂക്ക്. അപ്പോൾ മൂക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. മൂക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് മേജർ ടെക്നോളജീസ് യൂസ്ഡ് ഇൻ ഇ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ 5 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ പറയുന്ന ടോപ്പിക്ക്, മേജർ ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഇ ലേണിങ്ങിനെ പറ്റിയിട്ടുള്ള ഇപ്പോൾ ഇതിനായിട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് എസ്സി ആയിട്ട് ഇതിൽ നിന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം, ഹൗ ഓൺലൈൻ ലേണിംഗ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ക്ലാസ് റൂം ലേണിംഗ്, ദെൻ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ ലേണിംഗ്. എസ്സി ആയിട്ട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ ലേണിംഗ് എന്താണ്, ഞാൻ പറഞ്ഞു ഓൺലൈൻ ലേണിംഗ് എന്താണ്, ക്ലാസ് റൂം ലേണിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് എന്നുള്ളത് എസ്സിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം, നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇ ബുക്സ് എന്താണ്, ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഇ ബുക്സ്, വീണ്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇ ബുക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വാരിയസ് ബെനിഫിറ്റ്സ് യൂസിങ് വീഡിയോസ് ഇൻ ഇ ലേണിംഗ്, 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്, വീണ്ടും പ്രതീക്ഷിക്കാം. ഐ റിപ്പീറ്റ്, വാട്ട് ആർ വാരിയസ് ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് വീഡിയോസ് ഇൻ ഇ ലേണിംഗ്. ദെൻ മൂക്കിലത്തെ ഒരു ചോദ്യം പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം 5 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എസ്സി ഒരെണ്ണം ഇ ലേണിങ്ങിനെ പറ്റിയിട്ടുള്ള 5 മാർക്സിൻ്റെ 3 ചോദ്യം. അപ്പോൾ എത്രയായി? 15 മാർക്ക്, 10, 25 മാർക്ക്. 2 മാർക്കിൻ്റെ വന്ന ചോദ്യങ്ങൾ ഈ പറയുന്ന ഓൺലൈൻ ലേണിംഗ് എന്താണ്, ദെൻ വെർച്വൽ ക്ലാസ് റൂം എന്താ, ഇതൊക്കെ 2 മാർക്കിൻ്റെ വന്നിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഒരു 27 മാർക്കിൻ്റെ ചോദ്യം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ ഒരു ചാപ്റ്ററിന് കൊടുത്തിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ ലൈബ്രറീസ് എന്ന് പറയുന്ന ഒരു ചോദ്യം 5 മാർക്കിൻ്റെ വന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 5 മാർക്സിൻ്റെ ചോദ്യങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ നോളേജ് റിസോഴ്സസ് അവൈലബിൾ ഓൺ ദി ഇൻ്റർനെറ്റ്, 5 മാർക്സിൻ്റെ ചോദ്യം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. 5 മാർക്സിൻ്റെ നമുക്കൊരു 3 ചോദ്യങ്ങൾ വരെ പ്രതീക്ഷിക്കാം. ഒക്കെ റിപ്പീറ്റാ. ഈ പറഞ്ഞ മൂക്ക് റിപ്പീറ്റ് ചോദ്യം, നോളജ് റിസോഴ്സസ് അവൈലബിൾ ഓൺ ദി ഇൻ്റർനെറ്റ് റിപ്പീറ്റ് ചോദ്യം, അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ ലൈബ്രറീസ് റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഞാൻ പറഞ്ഞു ഓൺലൈൻ ഇ ലേണിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും എസ്സേക്ക് വന്നിട്ടുള്ളതാണ്. ഇ ലേണിംഗ് എന്താണ്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 25-27 മാർക്സ് വരെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് ഈ പറയുന്ന മൊഡ്യൂൾ നമ്പർ 2. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കുക, നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിനൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഏതൊക്കെയാ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഇ ലേണിംഗ് എന്താണെന്ന് പഠിക്കാൻ ഞാൻ പറഞ്ഞു. അതിൻ്റെ ബെനഫിറ്റ്സും ഡ്രോബാക്സും നമുക്ക് എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. ദെൻ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്താണെന്ന് നോക്കണം. ദെൻ അതിനുശേഷം നോളേജ് റിസോഴ്സസ് ഓൺ ഇൻ്റർനെറ്റ് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. അതിൽ ഇ ബുക്സ് ഉണ്ട്. ഇ ബുക്സിൻ്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 5 മാർക്കിൻ്റെ ചോദ്യം വന്നിട്ടുണ്ട്. അതിൽ വീഡിയോസിൻ്റെ റെലവൻസ് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. ഈ കണ്ടന്റ് എന്താണെന്ന് നോക്കണം. ഓൺലൈൻ ലൈബ്രറീസ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കണം. മൂക്ക് എന്താണ് അതിൻ്റെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. മൂക്കും ഓൺലൈൻ ലൈബ്രറീസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ ഏകദേശം 25-27 മാർക്സിൻ്റെ ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈസിയുമാണ്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 2. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി മൊഡ്യൂൾ നമ്പർ 3 നമുക്ക് നെക്സ്റ്റ് പോകേണ്ടത്, ബിസിനസ് ഡാറ്റ അനാലിസിസ്. കഴിഞ്ഞ 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൽ നിന്ന് എസ്സേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
ആ സെയിം എസ്സേ തന്നെ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. ഇതാണ് എസ്സേ. വാട്ട് ഈസ് ബിസിനസ് ഡാറ്റ അനാലിസിസ്? ഡിസ്കസ് സിഗ്നിഫിക്കൻസ് ആൻഡ് മെറിറ്റ്സ് ഓഫ് ബിസിനസ് ഡാറ്റ അനാലിസിസ്. കഴിഞ്ഞ 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതാണ് എസ്സേക്ക് ചോദിച്ചിട്ടുള്ള. what do you mean by business data analysis? What are its components? Explain importance of business data analysis. അപ്പോൾ ഈ ഒരു ചോദ്യം എസ്സേക്ക് ലാസ്റ്റ് 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുള്ളതാണ്. നിങ്ങൾ വീണ്ടും നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ നോക്കിയേ, ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്താണ്? അതിലേക്ക് പോണേക്കാൾ മുമ്പ് 2 മാർക്സിൻ്റെ ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്താണ് എന്നുള്ള ചോദ്യം 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. നിങ്ങൾ നോക്കിയിരിക്കണം. അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. സോ ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയിരിക്കണം. എന്താണ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് നോക്കിയിരിക്കണം. അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കിയിരിക്കണം. നമുക്ക് 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് എസ്സേക്ക് ലാസ്റ്റ് 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. സോ ഇതൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ നമ്പർ 3യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു എസ്സേ ചോദ്യം, ദെൻ ചിലപ്പോൾ 5 മാർക്കിൻ്റെ ഒരെണ്ണം അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ഒരെണ്ണം, ഇത്ര ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സ്, ലിമിറ്റേഷൻസ്, ഈ കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. ഇനി മൊഡ്യൂൾ നമ്പർ 4ലോട്ടാണ് നമുക്ക് നെക്സ്റ്റ് പോകേണ്ടത്. സോഷ്യോ സൈബർ ഇൻഫോർമാറ്റിക്സ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം നമുക്ക് എസ്സേ വന്നിട്ടുണ്ട്. എന്താണ് സൈബർ ക്രൈംസ് എന്ന് പറയുന്നൊരു ചോദ്യം നമുക്ക് എസ്സേ ആയിട്ട് വന്നിട്ടുണ്ട്. വാട്ട് ആർ സൈബർ ക്രൈംസ്? എക്സ്പ്ലെയിൻ മേജർ കാറ്റഗറീസ് ഓഫ് സൈബർ ക്രൈംസ്. ഹൗ മച്ച് ക്രൈംസ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ഓർ അവോയ്ഡഡ്. അപ്പോൾ അങ്ങനെ സൈബർ ക്രൈംസിനെ പറ്റിയുള്ളൊരു ചോദ്യം കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം നമുക്ക് എസ്സേ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സെയിം ടോപ്പിക്ക് തന്നെ വേണമെങ്കിൽ വീണ്ടും പ്രതീക്ഷിക്കാം. അതാണ് ഇതിൽ നിന്ന് എസ്സേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദെൻ ഒരുപാട് ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, ബട്ട് അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ എണ്ണം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ടോപ്പിക്കൊക്കെ അവസാനം പഠിക്കാനാണ് സജസ്റ്റ് ചെയ്യാറ് കേട്ടോ. മൊഡ്യൂൾ നമ്പർ 1, 2, ദെൻ 5, അതിനുശേഷം നിങ്ങൾ 3ലോട്ടും 4ലോട്ടും പോയാൽ മതി. അപ്പോൾ ഇതിൽ IT ആൻഡ് സൊസൈറ്റി 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. IT ആൻഡ് സൊസൈറ്റീനെ പറ്റിയുള്ളൊരു കാര്യം, അത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വാട്ട് ആർ ദി വാരിയസ് സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് കൺസേൺ വിത്ത് IT ഇൻ സൊസൈറ്റി എന്ന് പറയുന്നൊരു ചോദ്യം 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഐ റിപ്പീറ്റ്, വാട്ട് ആർ ദി വാരിയസ് സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് കൺസേൺ വിത്ത് IT ഇൻ എ സൊസൈറ്റി. സോ നമുക്ക് ഈ ഒരു ചോദ്യം നമുക്ക് വേണമെങ്കിൽ വീണ്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ കേട്ടോ. അപ്പോൾ IT ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ബട്ട് നമുക്ക് 5 മാർക്സിൻ്റെയിലേക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പാകത്തിന് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ വാരിയസ് സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, വലിച്ചു വാരി പഠിക്കാണ്ട്. ഇതാണ് ഒരു ടോപ്പിക്ക്, നിർബന്ധമായും പഠിച്ചു വയ്ക്കുക 5 മാർക്സിൻ്റെയിലേക്ക്. പിന്നെ നമുക്കതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ചൊരു പുവർ പ്രസൻറ്റേഷനോ വലിച്ചു വാരി കാണാൻ സാധിക്കും. ബട്ട് അത് മുഴുവനൊന്നും എക്സാമിന് ചോദിക്കാറില്ല. ഇനി 2 മാർക്സിൻ്റെയിൽ നമുക്ക് ഡിജിറ്റൽ ഡിവൈഡ് എന്താണ് 2 മാർക്സിൻ്റെയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. 2 മാർക്കിൻ്റെ ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റുന്ന രീതിയിൽ മാത്രം പഠിക്കുക. ഡിജിറ്റൽ നാറ്റീവ്സ് എന്താണ്? ഇതൊക്കെ 2 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ്. സൈബർ സ്പേസ് എന്താണ്? 2 മാർക്സിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ സൈബർ എത്തിക്സ് എന്താണ്? 2 മാർക്സിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിജിറ്റൽ ഡിവൈഡും സൈബർ എത്തിക്സും 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് ഞാൻ പറഞ്ഞു സൈബർ ക്രൈംസ് ആണ്, എസ്സേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സൈബർ ക്രൈംസ് എന്താണ്? ദെൻ എക്സാമ്പിൾസ് ഓഫ് സൈബർ ക്രൈംസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എസ്സേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷിക്കാം, നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. പിന്നെ സൈബർ അഡിക്ഷൻ എന്താണ്? 2 മാർക്സിൻ്റെ ചോദ്യം. ഇൻഫർമേഷൻ ഓവർലോഡ് എന്താണ്? 2 മാർക്സിൻ്റെ ചോദ്യം. ഇതൊക്കെ എന്താണ് 2 മാർക്സിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ദെൻ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വീണ്ടും പ്രതീക്ഷിക്കുന്നത് ഇ വേസ്റ്റ് എന്താണ്? പ്രതീക്ഷിക്കാം. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണ്? പ്രതീക്ഷിക്കാം. അതിൽ ഈ പറയുന്ന ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം 5 മാർക്കിനേലും പ്രതീക്ഷിക്കാം. ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും മറ്റു കാര്യങ്ങളൊന്ന്, ബേസിക് ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം പ്രതീക്ഷിക്കാം.
അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യം ഈ ഗവേണൻസിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഈ ഗവേണൻസിനെ പറ്റിയിട്ട്. വാട്ട് ഈസ് ഇ ഗവേണൻസ്? സ്റ്റേറ്റ് ദി മേജർ ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ. സോ ഈ ഒരു ചോദ്യം നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ റിപ്പീറ്റ്, നെക്സ്റ്റ് ഇതിൽ വരുന്നൊരു ടോപ്പിക്കാണ് ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ. 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക ഇ ഗവേണൻസിനെ പറ്റിയുള്ള കാര്യം. ടൈപ്സ് ഓഫ് ഗവൺമെൻറ് ഇൻറ്ററാക്ഷൻസ് ഇൻ ഇ ഗവേണൻസ്, ആ ഒരു ടോപ്പിക്കാണ് നെക്സ്റ്റ് വരുന്നത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 2 മാർക്കിൻ്റെയും പ്രതീക്ഷിക്കാം. G2G, G2B, G2C, G2E എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു ടോപ്പിക്ക് നോക്കി വയ്ക്കുക കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു മൊഡ്യൂള്. സോ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 2 എണ്ണം 3 എണ്ണം വരെ പ്രതീക്ഷിക്കാം. അത് ഏതൊക്കെയാണ്? ഡിജിറ്റൽ ഡിവൈഡ്, ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ്, സൈബർ ക്രൈംസ്, സൈബർ എത്തിക്സ്, സൈബർ സ്പേസ്, ഗ്രീൻ കമ്പ്യൂട്ടിങ്, ഇ വേസ്റ്റ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരാറുള്ളതാണ്. സൈബർ ക്രൈംസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് എസ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഈ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വന്നിട്ടുള്ളതാണ്. IT ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ചോദ്യം 5 മാർക്കിൻ്റെ ചോദ്യം, ഇഷ്യൂസ് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വന്നിട്ടുള്ളതാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് മൊഡ്യൂൾ നമ്പർ 4 നിന്ന് പ്രതീക്ഷിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് വിരിക്കുന്നു. മൂവിങ് ടു ലാസ്റ്റ് മൊഡ്യൂൾ, വളരെ ഈസി മൊഡ്യൂൾ, ഒരുപാട് ചോദ്യങ്ങളും പ്രതീക്ഷിക്കുന്നതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. SA 2 മാർക്സ് 5 മാർക്സ് ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സോ ഇതിൽ ആദ്യം തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്? നീഡ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിർബന്ധമായും പഠിച്ചിരിക്കണം. അതിൻ്റെ ബെനഫിറ്റ്സും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് SA പ്രതീക്ഷിക്കാം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യം. കഴിഞ്ഞതിൻ്റെ 9 പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ഓൾസോ എക്സ്പ്ലെയിൻ ദി വാരിയസ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമുക്ക് SA ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. സോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു SA നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിൻ്റെ ബെനഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ ഞാൻ പറഞ്ഞു. ഇനി ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ പറഞ്ഞു, SA വന്നിട്ടായിരുന്നു. ബിസിനസ് മോഡൽസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുള്ളതാണ്. ബിസിനസ് മോഡൽസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ B2B, B2C, C2C, B2E, അതുപോലെ തന്നെ B2G, ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുള്ളതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി നെക്സ്റ്റ് ഓൺലൈൻ അഡ്വർടൈസിംഗ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ SA ചോദിച്ചത് ഓൺലൈൻ അഡ്വർടൈസിങ്ങിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയുള്ള ചോദ്യം SA പ്രതീക്ഷിക്കാം. ഓൺലൈൻ അഡ്വർടൈസിങ് ഇതിലേതെങ്കിലും ഒരു ചോദ്യമാണ് SA ആയിട്ട് മാറി മാറി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാറ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ഇതാണ്, എക്സ്പ്ലെയിൻ സിഗ്നിഫിക്കൻസ് ആൻഡ് മെറിറ്റ്സ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഓൺലൈൻ അഡ്വർടൈസിങ്ങിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും SA ചോദിച്ചാണ്. ടൈപ്സ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിംഗ് ഉണ്ട്. ഇനി നെക്സ്റ്റ് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം വന്നിട്ടുള്ളതാണ് PPC, പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യം 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം വന്നിട്ടുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ്, എക്സ്പ്ലെയിൻ ദി ടൈപ്സ് ഓഫ് PPC അഡ്വർടൈസിംഗ് ആഡ്സ്, വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യം 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സെർച്ച് എഞ്ചിൻ ആഡ്സ്, എന്താണ് സെർച്ച് എഞ്ചിൻ എന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് കണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടും ഓൺലൈൻ അഡ്വർടൈസിങ്ങിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരാറ്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ബിസിനസ് മോഡൽസ് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വാട്ട് ഈസ് B2C ബിസിനസ് മോഡൽ, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ചലഞ്ചസ് ഓഫ് B2C എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ 10 മാർക്കിൻ്റെ ഓൺലൈൻ അഡ്വർടൈസിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാറി മാറി വരുന്നുണ്ട്. ബിസിനസ് മോഡൽസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ 5 മാർക്കിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. അത്രത്തോളം ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്ത് പഠിക്കുക കേട്ടോ. സോ പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിൻ്റെ സെപ്പറേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് SA അല്ലാണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ
സിഗ്നിഫിക്കൻസ് 5 മാർക്സിൻ്റെ ചോദ്യമായിട്ടും പ്രതീക്ഷിക്കാം. ഇനി ഞാൻ ഇതിൽ വിട്ടുപോയിട്ടുള്ള മറ്റൊരു 5 മാർക്കിൻ്റെ ചോദ്യമാണ്. വാട്ട് ആർ ദി ഡൈമെൻഷൻസ് ഓഫ് ഡാറ്റ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, ബെനഫിറ്റ്സ് ഓഫ് ഡാറ്റ ക്വാളിറ്റി, ബെനഫിറ്റ്സ് ഓഫ് ക്വാളിറ്റി ഡാറ്റ എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു 4ാമത്തെ മൊഡ്യൂളിൽ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഒക്കെ 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ 2 മാർക്കിൻ്റെ ചോദ്യത്തിലൊക്കെ മാറി മാറി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തം മൊഡ്യൂൾസിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത്? ഇതിൽ ഫസ്റ്റ് മൊഡ്യൂൾ, അതിൽ നിന്ന് ചോദ്യങ്ങൾ നന്നായി കണ്ടു. മൊഡ്യൂൾ നമ്പർ 2 എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്, അത് പഠിക്കുക. മൊഡ്യൂൾ നമ്പർ 5 പഠിക്കുക. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്സിനുള്ള ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു. പിന്നെ മൊഡ്യൂൾ നമ്പർ 4 പഠിക്കുക. ഇതിൻ്റെ പ്രത്യേകത 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നൊരു മൊഡ്യൂളാണ്. അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ മൊഡ്യൂൾ നമ്പർ 3 പഠിക്കുക. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ, ഏറ്റവും കൂടുതൽ വരുന്ന കാര്യങ്ങളൊക്കെ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഇനി ഓരോ പാർട്ടിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.